അൽഹംദുലില്ലാഹ്. ജബൽ അയ്യൂബ് എന്ന മലയിൽ നിന്ന് ഇറങ്ങി അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ മഖാമ സിയാറത്ത് ചെയ്ത് അവിടുത്തെ ഉറവിടുത്ത വെള്ളത്തിൽ നിന്ന് കുളിച്ച് മലയിറങ്ങി വന്നു. അൽഹംദുലില്ലാഹ്. നമ്മുടെ നാട്ടുകാരുടെ കടയുണ്ട്, അവിടുന്ന് ചായയും കുടിച്ചു. ഇനി ആരാരും അറിയപ്പെടാതെ ജനങ്ങളുടെ ദൃഷ്ടിയിലൊക്കെ ഒരു ഭ്രാന്തനെ പോലെ അലഞ്ഞു തിരിഞ്ഞ് നടന്നു. എന്നാൽ കൽബിൻ്റെ ഉള്ളിൽ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അടങ്ങാത്ത ഇഷ്കും മഹബത്തുമായി കഴിഞ്ഞുകൂടിയ ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു എന്ന മഹാൻ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ജീവിച്ചവരാണെങ്കിലും സ്വഹാബി എന്ന പേര് ലഭിക്കണമെങ്കിൽ മുഅ്മിനായ നിലയിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഒരുമിച്ച് കൂടുമ്പോഴാണ് സ്വഹാബിയാവുക. എന്നാൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ജീവിച്ചെങ്കിലും കാണാൻ ശ്രമം നടത്തിയെങ്കിലും തൻ്റെ പ്രിയപ്പെട്ട ഉമ്മാക്ക് ഖിദ്മ എന്ന വളരെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വത്തിനിടയിൽ നബിതങ്ങളെ കാണാൻ സാധിക്കാതെ മദീനയിലെത്തിയപ്പോൾ യാത്രയായതിൻ്റെ പേരിലും മറ്റും കാണാൻ കഴിയാതെ, എന്നാൽ എല്ലാം അറിയുന്ന ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബിമാരോട് ഉവൈസ് എന്ന് പറയുന്ന ഒരു മഹാനെക്കുറിച്ച് പരിചയപ്പെടുത്തി കൊടുക്കുകയും കണ്ടാൽ ദുആ ചെയ്യിപ്പിക്കുകയും ചെയ്യണമേ എന്ന് പ്രത്യേകം നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുള്ള പ്രസിദ്ധനായ മഹാനാണ് ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു. ജീവിതകാലത്ത് തന്നെ ആരും അറിയപ്പെടരുതെന്ന് ചിന്തിച്ചതുപോലെ തന്നെയാണ് അവിടുന്ന് വഫാത്തിൻ്റെ ശേഷവും ചരിത്രപരമായി വളരെ സ്ഥാനത്ത് നിൽക്കുന്ന ഉയർന്നു നിൽക്കുന്ന ആളാണെങ്കിലും ആരാരും അറിയപ്പെടാതെ ഉയർന്ന കുബ്ബകളോ മറ്റോ മക്ബറയായി ഒന്നുമില്ലാതെ, എന്നാൽ അറിയപ്പെടുന്ന ആളുകൾക്ക് മുഴുവൻ ഈ സലാലയിലെ പ്രസിദ്ധനായ മഹാന്റെ ഹദറത്തിൽ ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹുവിൻ്റെ അരികിലാണ് എത്തി നിൽക്കുന്നത്. ഈ പ്രദേശത്ത് ഇടയ്ക്കിടെ ശക്തമായ മഴ കാറ്റും അടിക്കുന്നതിനാൽ പലപ്പോഴും ഇവിടെ ദുർഘടമായ റോഡുകളാണ് കാണാൻ സാധിക്കുക. മാഷാ അല്ലാഹ്, ഇവിടെ ഹദറത്തിൽ എത്താൻ കഴിഞ്ഞു. യമന് എന്ന് പറയുന്നത് ഒമാനിൻ്റെ പരിസരത്തുള്ള നാട് തന്നെയാണ്. യമനിലാണ് മഹാനെ കുറിച്ച് ചരിത്രം പറയാറുള്ളതെങ്കിലും ഒരു കാലത്ത് യമൻ്റെ പ്രവിശാലമായ വിസ്തീർണമായ ആ പരിധിയിൽപ്പെട്ടതായിരുന്നു ഒമാനും. പിന്നീട് അത് സ്വതന്ത്രമായി മറ്റൊരു രാജ്യമായി മാറിയതെന്നാണ് പഠനങ്ങളിൽ നിന്ന് ലഭിച്ചത്. ഏതായിരുന്നാലും അൽഹംദുലില്ലാഹ് അവരുടെ തിരുസവിധത്തിൽ ഇതായി കഴിഞ്ഞിരിക്കുന്നു. ശക്തമായ കാറ്റിന് മുകളിലുണ്ടായിരുന്ന ഷീറ്റൊക്കെ തകർന്നുപോയി. ഇപ്പോൾ ഈ ഒരു രൂപത്തിലാണ് അസ്സലാമു അലൈക്കും യാ സയ്യിദനാ ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു. മാഷാ അല്ലാഹ്, വാഹനത്തിൽ ഇറങ്ങുന്നു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഷറഫാക്കപ്പെട്ട മുൻപല്ല് പരിക്ക് പറ്റിയെന്നറിഞ്ഞപ്പോൾ സ്വന്തം പല്ല് ഇനി എന്തിനും എനിക്കെന്ന് ചിന്തിച്ച് ഇഷ്കുമായി കടന്നുകൂടിയ വലിയ മഹാനാണ് ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു. വലിയ മുഹമ്മദ് ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു. മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും യാ നുജബാ, അസ്സലാമു അലൈക്കും യാ നുഖബാ,
സ്വലവാത്തു റബ്ബിന അലൈക്കും വമഗ്ഫിറത്തു റബ്ബിന അലൈക്കും